മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണി കരുണയെ കാണാനായിട്ട് അവിടെ ചെല്ലണ സമയത്ത് കരുണ ഉണ്ണിയുടെ കൂടെ കമലേശ്വരത്തേക്ക് പോവാൻ തയ്യാറാവുകയാണ്. ആ സമയം ഉണ്ണിക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല കരുണയെ കമലേശ്വരത്തേക്ക് കൊണ്ടുപോകാൻ. എന്തായാലും കമലേശ്വരത്ത് ചെന്നാലും കരുണയുടെ ഈ കുത്തുവാക്കുകൾ കേൾക്കണം എന്നുള്ളത് ഉണ്ണിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഉണ്ണി പറയുന്നുണ്ട്, നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ നിർബന്ധിക്കണമൊന്നുമില്ല, നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ ഇവിടെ നിന്നോ, ഇനിയിപ്പോൾ നിൻ്റെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായിട്ട് വന്നാൽ മതി എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, ഇല്ല ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്, ഞാനിനിയിപ്പോൾ വരാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ, അതല്ല കണ്ണേട്ടൻ മലയ്ക്കൊക്കെ പോയി വന്നതിന് ശേഷം നീ വന്നാൽ മതി, അപ്പോൾ നിൻ്റെ മനസ്സൊന്നും കൂടി നോർമലാവുമല്ലോ എന്ന് പറയുമ്പം അയാൾ വരുമ്പോഴാണെങ്കിലും ഞാൻ അങ്ങോട്ട് വരണ്ടേ, എന്തായാലും എനിക്കവരെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എൻ്റെ സങ്കടമൊക്കെ തീർന്നു, എന്തായാലും എൻ്റെ കുഞ്ഞു പോയി, ഇനി അവരെ ഏത് രീതിയിൽ ഉപദ്രവിക്കാനും എൻ്റെ മനസ്സ് തയ്യാറാണ്, അതുകൊണ്ട് തന്നെ ആ കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇപ്പം തന്നെ വരാൻ പോകുകയെന്നും പറഞ്ഞ് കരുണ വേഗം തന്നെ റെഡിയായി ഇറങ്ങുന്നുണ്ട്. അവരങ്ങനെ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മയും ഉണ്ണിയോട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, കരുണയെ ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷേ കരുണ പറഞ്ഞത് കൊണ്ടാണ് കൊണ്ടുപോകണം, എന്തായാലും പോയി നോക്കട്ടെ എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന് സന്തോഷിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതിന് അവളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ലല്ലോ എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, മതി സംസാരിച്ച് നിന്നത്, വരാൻ നോക്കുന്നും പറഞ്ഞ് ഉണ്ണിയെയും വിളിച്ചുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ മോഹിനി ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനി വന്നിട്ട് മോള് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതാപൻ്റെ അമ്മ പരിഹസിക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട്, അല്ല മോളിവിടെ അടയിരിക്കാൻ വന്നതാ, നീ ഒരു പണി കുറച്ച് മുട്ട വാങ്ങി മോൾക്ക് ചുറ്റും വെച്ചു കൊടുക്കുക, മോൾ അതിൻ്റെ മേളിൽ ഇരിക്കട്ടെ, അപ്പോൾ കുറച്ച് കഴിയുമ്പം കുഞ്ഞുങ്ങളുണ്ടാവും, എന്തായാലും മോളുടെ കുഞ്ഞിനെ നീയും നിൻ്റെ മോളും കൂടി കളഞ്ഞല്ലോ എന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, അതിന് ഉത്തരവാദികൾ ഞാനല്ല, എൻ്റെ മോളും അല്ല, നിങ്ങളെ അച്ഛനും മുത്തശ്ശി മോളും കൂടെ ചേർന്ന മോളുടെ കുഞ്ഞിനെ കളഞ്ഞ്, അതിന് വെറുതെ എന്നെയും എൻ്റെ മോളെയും കുറ്റപ്പെടുത്തണ്ടായിരുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടാവില്ലല്ലോ, ഇനി എൻ്റെ കുഞ്ഞിന് എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാവും, ഡോക്ടർ അത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മോൾക്കൊരു കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല, അവൾക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല, അവനെന്നും ആ വീൽ ചെയറിൽ തന്നെയായിരിക്കും ഇരിക്കണേന്ന്. ആ സമയത്ത് മോഹിനി മനസ്സിൽ പറയുന്നുണ്ട്, അധികം വൈകാതെ തന്നെ എൻ്റെ ലക്ഷ്മി മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പറഞ്ഞതൊക്കെ മണ്ടത്തരം ആയിരുന്നു എന്ന്. എന്തായാലും കരുണമോൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവരുതെന്നൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല, നിങ്ങളുടെ എല്ലാവരുടെയും അഹങ്കാരത്തിൻ്റെ ഇപ്പോൾ കരുണമോളുടെ കുഞ്ഞു പോയെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്താടി നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ വെറുതെ ഇങ്ങനെ നിന്നതാ, എന്തായാലും കരുണമോൾക്ക് കുഞ്ഞുണ്ടാവുമെന്ന് കേട്ടതിൽ എനിക്ക് സന്തോഷമുള്ളൂ, പിന്നെ ഇപ്പോൾ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ നിങ്ങൾ വേവലാതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ലക്ഷ്മി മോൾക്ക് അറിയാം അവൾക്ക് നല്ലൊരു ദാമ്പത്യമൊന്നും ഉണ്ടാവില്ല എന്ന്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഏത് നേരവും അത് പറഞ്ഞ് എന്നെ കുത്തി നോവിക്കണേ, എനിക്കോ എൻ്റെ മോൾക്കോ അതിൽ പരാതിയില്ലാന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എങ്ങനെ പരാതി ഉണ്ടാവാനാ, അയാൾ മരിച്ചാലും അമ്മയ്ക്കും മോൾക്കും കുഴപ്പമൊന്നുമില്ല, അയാളുടെ സ്വത്തുക്കളൊക്കെ ഇപ്പോൾ എന്തായാലും അവളുടെ പേരിലായല്ലോ, അപ്പോൾ പിന്നെ അവൾക്ക് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിക്കാമല്ലോ എന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, മോളെ ഇനിയെങ്കിലും മോളുടെ ഈ രീതിയിലുള്ള സംസാരം നിർത്ത്, ലക്ഷ്മി മോളുമായിട്ട് സ്നേഹത്തിൽ പോകാൻ നോക്കുന്നു. അന്നേരം കരുണ പറയുന്നുണ്ട്, അത് ഒരിക്കലും ഉണ്ടാവില്ല, അവളുടെ നാശം കാണാതെ ഞാനൊട്ട് പിന്നോട്ട് മാറുകയില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അവളും അയാളും സന്തോഷമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ഇനിയെങ്കിലും മോള് ശത്രുതയൊക്കെ കളഞ്ഞ് ലക്ഷ്മി മോളായിട്ട് സ്നേഹത്തിൽ പോവുക, അതാ മോൾക്ക് നല്ലതെന്ന്. അത് പറയുന്നതും മോഹിനിനെ പുച്ഛത്തിൽ നോക്കിക്കൊണ്ട് കരുണ നമ്മളുടെ ഉണ്ണീനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കമലേശ്വരത്തേക്ക് ഉണ്ണിയും കരുണയും കൂടി വന്ന് കയറുന്ന സമയത്ത് നമ്മളുടെ ദുർഗ കരുണയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് മോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ ഒരു കുഴപ്പമില്ല, എന്തായാലും ഞാനിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് പുതിയൊരാളായിട്ടാണ്, ഇനി എനിക്ക് ആരോടും ഒരു സഹതാപവും ഇല്ല, ഞാൻ എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചാൽ വന്നേക്കുന്നത്. അത് കേട്ടതും ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും മോളുടെ കുഞ്ഞ് പോയത് ഓർത്ത് ഇവിടെ ഒരുത്തിനും ഭയങ്കര സന്തോഷത്തിൽ, അതിനവർക്ക് നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം മോളേന്ന്. ആ സമയം കരുണ പറയുന്നുണ്ട്, ഞാൻ അത് ഉറപ്പിച്ച് തന്നെ അമ്മയും കൂടി വന്നേക്കണേ, ഇനിയിപ്പോൾ എനിക്ക് മുന്നും പിന്നും നോക്കാനൊന്നുമില്ല, ഇത്രയും നാളും എനിക്കെൻ്റെ കുഞ്ഞിനെ ഓർത്തൊരു പേടിയുണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി കണ്ണനെ മഹാലക്ഷ്മീനെ ഞാൻ വെറുതെ വിടില്ലാന്ന്. പിന്നീട് നമ്മളുടെ കരുണ അകത്തേക്ക് കയറി ചെല്ലണ സമയത്ത് മഹാലക്ഷ്മി അവിടെ നിൽക്കുന്നുണ്ട്. മഹാലക്ഷ്മി കരുണയെ കണ്ടതും അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കണ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട്, എന്താടി നീ എന്നെ ഇങ്ങനെ നോക്കണേ, ഞാനും മരിക്കുമെന്ന് നീ വിചാരിച്ചോ, എൻ്റെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കി എന്നെയും കൊല്ലാനാർന്നോടി നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനങ്ങനെ ആരെയും കൊല്ലാനായിട്ടൊന്നും നടക്കാറില്ല, നീയും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും അതിനൊക്കെ തയ്യാറാവണത്, നിങ്ങൾ അന്ന് അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് പായസത്തിൽ വിഷം ചേർത്ത് വെച്ചത് എന്നെയും കണ്ണേട്ടനെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ, അത് ദൈവഹിതമായി
ആയിരുന്നു, നിങ്ങൾ തന്നെ അത് കുടിച്ചു, നിൻ്റെ കുഞ്ഞ് പോയി, അതിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാവില്ല, അപ്പോൾ എനിക്കും കുഞ്ഞുങ്ങളുണ്ടാവരുതെന്ന് നീ തീരുമാനിച്ചു, അതുകൊണ്ടാണ് നീ അന്ന് അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് കരുണയായി പറയണേ, നിങ്ങൾ ആ പായസത്തിൽ വിഷം ചേർത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയ പോലും ഇല്ലായിരുന്നു. അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ ആ പായസം കളയുള്ളായിരുന്നു. അതിപ്പോൾ ആ ഒരു സ്വാമി വന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ സംശയം തോന്നിയിട്ട് തന്നെ നിങ്ങൾ ആ പായസം മാറ്റി വെച്ചതാണ്. അതിന് എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും സപ്പോർട്ട് നിന്നു. എന്തായാലും നിന്നെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടീന്ന്. അത് കേട്ടതും നമ്മളുടെ കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, നീ നിർത്ത്, മതി, നീ ഇവിടെ ഒരുപാട് സംസാരിക്കണ്ട, ഇതെൻ്റെ വീടാണ്, ഇവിടെ എന്ത് സംസാരിക്കണമെന്ന് ഞാനാ തീരുമാനിക്കണമെന്ന്. ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരിക്കലും വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇവൾക്കൊരു കുഞ്ഞും ഉണ്ടാവില്ല, അപ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലണമെന്ന് കരുതി കുട്ടി തീരുമാനിച്ചിട്ടാണ് നിങ്ങൾ അന്ന് അതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ ഒരുപാട് സംസാരിക്കണ്ട, അന്ന് എന്നെ മഹിയം കൊല്ലാൻ വേണ്ടിയിട്ടല്ലേടി നീയും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് പായസത്തിൽ വിഷം ചേർത്ത് വെച്ചത്. അത് ഇവിടെയുള്ളവരുടെ അറിവോട് കൂടിയാന്നൊക്കെ ഞങ്ങൾക്കറിയാം. എന്തായാലും അത് കറങ്ങി തിരിഞ്ഞ് നീ തന്നെ കുടിച്ചു, അതൊക്കെ ദൈവനിശ്ചയ. എന്തായാലും നിന്നെപ്പോലെ ഇത്രയും ദുഷിച്ച മനസ്സുള്ള ഒരു പെണ്ണിന് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ സാധിക്കില്ല എന്ന് ദൈവങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് നിൻ്റെ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന് വിചാരിച്ച് അതിൽ ഞങ്ങൾ സന്തോഷിക്കണമൊന്നുമില്ല. മഹിക്ക് അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഉവ്വ, ഇവള് അങ്ങനെ അഭിനയിക്കാൻ കേമിയാണല്ലോ, അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചാണല്ലോ ഇവള് ഉള്ള സ്വത്തെല്ലാം ഇവളുടെ പേരിലാക്കിയെടുത്തത്. അത് കേട്ടുകൊണ്ടിരുന്ന ദുർഗ പറയുന്നുണ്ട്, അതേ മോളെ, മോള് പറഞ്ഞത് നേരാ, ഇവൻ്റെ മുന്നിൽ പാവം പോലെ നിന്ന ഉള്ള സ്വത്തെല്ലാം അടിച്ചു മാറ്റിയിരുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, പാവം ആരാ പാവം അല്ലാത്തത് ആരാന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായി തന്നെ അറിയാം, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ ചുറ്റും നിൽക്കണേന്നും എനിക്കറിയാം. എന്തായാലും നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട, മാലയിട്ടുകൊണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്കും പറ്റില്ല എന്ന് പറഞ്ഞ് കണ്ണൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ സീമന്തിനെയാണെങ്കിൽ വാമദേവനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഇരുന്നാൽ മതിയോ മനുഷ്യ, മേഘനെ ജാമ്യത്തിലിറക്കാനുള്ള ഒന്നും നോക്കണില്ല എന്ന് ചോദിക്കുമ്പം ഞാൻ ഉണ്ണിയെ വിളിച്ച് പറഞ്ഞിരുന്നു, അവനെ ഏതെങ്കിലും വക്കീലിനെ ഏർപ്പാട് ചെയ്യാമെന്നാണ് പറഞ്ഞതെന്ന്. ആ സമയത്ത് ശ്രീമന്തിരി ചോദിക്കുന്നുണ്ട്, ഏത് വക്കീലിനെ ഏർപ്പാട് ചെയ്യാനാ, കണ്ണനോ അനന്തോ ആയിരുന്നെങ്കിൽ അവനെ പെട്ടെന്ന് ജാമ്യത്തിലിറക്കാൻ പറ്റിയേനെ, ഇനിയിപ്പോൾ കണ്ണനൊന്നും സഹായിക്കുമെന്ന് തോന്നണില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അതൊന്നും പ്രതീക്ഷിക്കേണ്ട ശ്രീമന്തിരി, നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ നോക്കി, അതൊക്കെ അവർക്ക് അറിയുകയും ചെയ്യാം, അതുകൊണ്ട് തന്നെ മേഘനെ രക്ഷപ്പെടുത്താൻ അവർ തയ്യാറാവൂല എന്ന്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും വാമേട്ട, അവൻ ജയിലിൽ പോട്ടെ എന്നാണോ നിങ്ങൾ തീരുമാനിച്ചേക്കണേന്ന് പറയുമ്പം അവനോടിപ്പോൾ ആരാ പറഞ്ഞ ആ സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് വെക്കാനൊക്കെ, അതുകൊണ്ടല്ലേ അവനക്കിപ്പോൾ ജയിലിൽ പോകേണ്ട വന്നത്. ഞാൻ പല പ്രാവശ്യം അവനോട് പറഞ്ഞു, കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ ഉപദ്രവിക്കാൻ നടക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്കുന്നു. അപ്പോൾ അവൻ എന്നോട് വഴക്ക് പറയുമായിരുന്നു, അച്ഛനെന്താ ഇപ്പോൾ മനസ്സ് മാറിയെന്നും ചോദിച്ചു. ഇപ്പോൾ എന്തായി, അവരെ ഉപദ്രവിക്കാൻ പോയിട്ട് ഇവൻ തന്നെയല്ലേ കേസിൽ പെട്ടത്, ഇനിയിപ്പോൾ ഇവനെ കേസിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ കണ്ണൻ തന്നെ വിചാരിക്കണം, നീ ഒരു പണി ഇപ്പം തന്നെ കണ്ണനെ പോയി കണ്ടെന്ന് സംസാരിക്കുന്നു. അപ്പോൾ സ്വാതി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇനി കണ്ണേട്ടൻ്റെ കാല് പിടിക്കാൻ പോവാണെന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ നമ്മളുടെ ആവശ്യമല്ലേ, അതുകൊണ്ട് കാല് പിടിച്ചാലും വേണ്ടില്ല, കണ്ണൻ വിചാരിച്ചാലേ നിൻ്റെ ചേട്ടൻ്റെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുള്ളൂ, എന്തായാലും ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് സീമന്തിനെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെ കാണാനായിട്ട് ഉണ്ണി സ്റ്റേഷനിലേക്ക് വരികയാണ്. ഉണ്ണിയെ കണ്ടതും മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, ഉണ്ണി എന്നെ ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഞാൻ എന്ത് ചെയ്യാനാ മേഘേട്ടന് ജാമ്യം കിട്ടില്ലാത്ത രീതിയിൽ അവർ മേഘേട്ടനെ കുടുക്കിയിരിക്കണം, അതുകൊണ്ട് തന്നെ കോടതിയിൽ ചെന്നാലും ജാമ്യം കിട്ടണ കാര്യം സംശയമാണ്. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, നല്ലൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്താൽ എനിക്ക് ജാമ്യം കിട്ടൂലേടാന്ന് ചോദിക്കുമ്പോൾ നല്ല വക്കീലിനെ ഏർപ്പാട് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് നല്ല പൈസ കൊടുക്കണം, അതിന് മേഘേട്ടൻ്റെ കയ്യിലോ അമ്മാവൻ്റെ കയ്യിലോ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, തൽക്കാലം നീ പൈസ കൊടുത്ത് വക്കീലിനെ ഏർപ്പാട് ചെയ്യടാ, ഞാൻ പിന്നീട് തരാമെന്ന് പറയുമ്പം എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല മേഘേട്ട, അതുമാത്രമല്ല മേഘേട്ടൻ ആ സാഗറിനെ കഞ്ചാവ് കേസിൽ കൊടുക്കാൻ പോയതുകൊണ്ടല്ലേ മേഘേട്ടന് ഇതുപോലൊരു തിരിച്ചടി ഉണ്ടായത്, എത്ര തിരിച്ചടി കിട്ടിയാലും മേഘേട്ടൻ പഠിക്കൂലാത്ത എന്താ. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് എന്തോരം തിരിച്ചടി കിട്ടിയാലും കണ്ണനെയും മഹാലക്ഷ്മിനെയും അതുപോലെ ആ മഞ്ജുവിനെയും സാഗറിനെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല, അവരുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്ന്. ഇതേ സമയം നമ്മളുടെ സീമന്തിനെ ആണെങ്കിൽ
കമലേശ്വരത്തേക്ക് കയറി ചെല്ലാണ്. സീമന്തിനെ കണ്ടതും ദുർഗ വന്നിട്ട് ആ എഴുത്തിയെ കണ്ടിട്ട് എത്ര കാലമായി, എന്താ എഴുത്തി ഇപ്പോൾ വന്നേ, എഴുത്തി എങ്ങനെയാണ് വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊരു ഓട്ടോ വിളിച്ചാൽ വന്നേ ദുർഗ, ഞാൻ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ, കണ്ണനെ എവിടെയാണെന്ന് ചോദിക്കണു. ആ സമയത്ത് തമ്പുരാനെ കാണാൻ വന്നതാണോ, അവൻ റൂമിൽ കാണുമെന്ന് പറയണു. എന്നാൽ ഞാൻ കണ്ണനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മളുടെ സീമന്തിനി കണ്ണൻ്റെ റൂമിലേക്ക് പോണ സമയത്ത് ദുർഗയും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ റൂമിൽ ചെന്നതും കണ്ണൻ സീമന്തിനെ കണ്ടിട്ട് എന്താ അമ്മായി എന്താ ഇപ്പോൾ വന്നേന്ന് ചോദിക്കുമ്പം കണ്ണ മോനെ നീ ഞങ്ങളെ ഉപേക്ഷിക്കരുത്, മേഘനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണമെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അതെന്തിനാ, അവനിപ്പോൾ കഞ്ചാവ് കേസിലല്ലേ അകത്ത് കിടക്കണേ, ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടൂല, അതുമാത്രമല്ല അവനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യവും എനിക്കില്ല, എത്ര പ്രാവശ്യം അവൻ എന്നെ മഹിയം കൊല്ലാൻ നോക്കിയത്, എന്നിട്ടും അവനിപ്പോഴും ജീവനോടെ നടക്കുന്നില്ല, അത് തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പം സീമന്തിനി പറയുന്നുണ്ട് അതൊക്കെ അവൻ്റെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയതാ, ഇനി ഒരിക്കലും അവനിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പെരുമാറ്റമൊന്നും ഉണ്ടാവില്ല, ഈ പ്രാവശ്യത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കുക, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ജാമ്യത്തിൽ ഇറക്കുന്ന. ആ സമയം കണ്ണൻ പറയുന്നുണ്ട് അമ്മാവനും അമ്മായിയും കൂടി വളർത്തി വഷളാക്കിയ അവൻ ഇതുപോലെ ഒരു ക്രിമിനലായി മാറിയത്, എന്തായാലും അവനെ ജാമ്യത്തിൽ ഇറക്കാനൊന്നും ഞാൻ പോവില്ല, അമ്മായിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് സീമന്തിനി ഇല്ലയെന്ന് പറയുമ്പം എന്നാൽ അമ്മായിക്ക് പോവാമെന്നും പറഞ്ഞ് കണ്ണൻ തിരിഞ്ഞ് റൂമിലോട്ട് തന്നെ പോകുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.